ഹായ് ഫ്രണ്ട്സ്, രണ്ട് കിടിലൻ ട്രിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. വൃത്തം വരയ്ക്കുക പ്രയാസമുള്ള കാര്യമാണ്. വേഗത്തിലും വൃത്തിയിലും എങ്ങനെ വരച്ചെടുക്കാം എന്ന് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന തെറ്റായ രീതിയാണിത്. വൃത്തം വരച്ച് തെറ്റിയ ഭാഗം മായ്ച്ചു വരയ്ക്കുന്നു, വീണ്ടും തെറ്റുന്നു, വരയ്ക്കുന്നു. ഇത് പേപ്പർ ഡാമേജ് ആവുകയും വൃത്തിയില്ലാതെയും ആവുന്നു. ഈ രീതി നമുക്ക് വേണ്ട. പകരം മറ്റൊരു രീതി പിന്തുടരാം. ചിത്രകലയിൽ വക്രരേഖകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഈ രീതി. ഒറ്റ വരയിൽ വൃത്തം വരച്ചതിന് ശേഷം തെറ്റിയ ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ശരിയാക്കാൻ ശ്രമിക്കുക എന്നതാണ്. വരകൾ അകത്തേക്കാണോ പുറത്തേക്കാണോ പോവേണ്ടത് എന്ന് നോക്കി പല ഭാഗത്തും ശരിയാക്കിയതിന് ശേഷം മാത്രം ആവശ്യമില്ലാത്ത വരകൾ മായ്ച്ചു കളയാം. സ്കെച്ചിങ്ങിന് 2B 4B പെൻസിലുകൾ ഉപയോഗിക്കാം. പേപ്പറിൽ പാടുകൾ വരാൻ സാധ്യതയില്ല. HB പെൻസിലുകൾ ഉപയോഗിച്ച് നന്നായി അമർത്തി വരയ്ക്കരുത്. വിവിധതരം പെൻസിലുകളെ പറ്റിയുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടോളൂ. ആർട്ട് ലൈൻ്റെ പെൻസിലുകളും അപ്സരയുടെ ഇറേസറുമാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി രണ്ടാമത്തെ ട്രിക്ക് നോക്കാം. ഇതിന് നമുക്ക് 2 പെൻസിലുകളാണ് വേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ പെൻസിൽ പിടിച്ച് വിരലുകൾ ലോക്ക് ചെയ്യാം. കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാറില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത്. അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ചിത്രകലയിൽ ജോമെട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് വരയ്ക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? കമൻറ്റ് ചെയ്യൂ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകളുമായി ആർട്ട് റൂം ഇനിയും വരാം.